Kerala BJP chief Rajiv Chandrasekhar has alleged financial irregularities at two major temples, Sabarimala and Guruvayur, and has formally requested a probe by central agency. Speaking in Thiruvananthapuram, he claimed that loot is not limited to Sabarimala but it is also happening in Guruvayur. Chandrasekhar has accused Travancore Devaswan board of mismanagement and demanded the resignation of State Devaswan Minister V.N. Vasavan. The controversy began with reports of missing gold from Sabarimala Sanctum Sanctorum, including Dwarapalaka idols and door frames. BJP leaders have staged protests and called for a statewide audit of temple assets. The party also accused the ruling CPI of attempting to divert attention from the scandal through unrelated controversies. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. വാസവൻ മന്ത്രി രാജിവെക്കണം. വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഇതൊരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻസീസ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിൻ്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണെന്ന്. അപ്പോൾ ഇത് ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഇനി നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വാസവൻ രാജിവെക്കണം. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ 30 കൊല്ലം ദേവസ്വം ബോർഡ് എന്ത് തെറ്റ് ചെയ്തു ചെയ്തില്ല അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇത് നടന്നേ പറ്റൂ. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട്, ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഞാൻ 19 തവണ ശബരിമല പോയ ആളാണ്. ഞാൻ അയ്യപ്പ അവിടെ പോയി 18 പടി കയറി അവിടെയും ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട്. ബാബര സമാധിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ഇലക്ഷൻ്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ വോട്ട് നേടി നിങ്ങൾ ഈ 10 കൊല്ലം എന്ത് ചെയ്തു, അതിന് ധൈര്യം ഉണ്ടാവണം. ഇനി ചോദിക്കാൻ കുറേ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയൊരു വിദ്യാഭ്യാസ മന്ത്രി? എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിൻ്റെ വിധി വന്നിട്ടും ചെയ്യുന്നില്ല?